വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. AICC പുനഃസംഘടനയിൽ പ്രിയങ്ക ഗാന്ധി ജനറൽ സെക്രട്ടറിയാകും. കേരളത്തിൽ DCC പ്രസിഡന്റുമാരുടെ അന്തിമ പട്ടികയായി. പുതുമുഖങ്ങൾക്ക് മുൻതൂക്കം. കൂടുതൽ വിവരങ്ങൾ അജിംഷാദ് നൽകും. അജിംഷാദ്, എന്തായാലും DCC പ്രസിഡന്റുമാരുടെ അന്തിമ പട്ടികയായിരിക്കുകയാണ്. ആർക്കൊക്കെയാണ് മുൻഗണന? മറ്റു വിവരങ്ങൾ കൂടി. അഞ്ജു, അതായത് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട വാർത്തയിലുള്ളത്. ഒന്ന്, പ്രിയങ്ക ഗാന്ധിയെ AICC ജനറൽ സെക്രട്ടറി ആയിട്ട് അവരോധിക്കുന്നു എന്നത്. UP തെരഞ്ഞെടുപ്പും മറ്റ് ദേശീയ രാഷ്ട്രീയവും ഒക്കെ മുന്നിൽ കണ്ടുള്ള കോൺഗ്രസിൻ്റെ ആദ്യ നീക്കം എന്ന വലിയ പ്രസക്തി അതിനുണ്ട്. പ്രിയങ്ക ഗാന്ധിയെ, ഇന്ദിരാഗാന്ധിയുടെ രൂപഭാവങ്ങളുള്ള നേരത്തെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും അല്ലെങ്കിൽ അനുഭാവികളും അനുയായികളും ഒക്കെ വളരെ കാലമായി രാഹുൽ ഗാന്ധിയുടെ നേതൃപരാജയം എന്ന് കാണാവുന്ന തരത്തിൽ അവർ തന്നെ പറയുന്ന ആ സംഭവത്തിന് ശേഷം പ്രിയങ്ക ഗാന്ധി വരണം എന്ന ആവശ്യത്തിനുള്ള പാർട്ടിയുടെ ഔദ്യോഗികമായ അനുകൂല നീക്കം എന്ന വലിയ പ്രസക്തി ഈ വാർത്തയ്ക്കുണ്ട്. പ്രിയങ്ക ഗാന്ധി AICCയുടെ ജനറൽ സെക്രട്ടറിയാകും. അതൊന്ന്. രണ്ട്, ദേശീയ നിരീക്ഷകർ അടുത്ത ആഴ്ച കേരളത്തിൽ എത്താനിരിക്കുകയാണ്. അതായത് DCC പ്രസിഡന്റുമാരുടെ പട്ടിക ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിലൊരു അന്തിമ ധാരണയായിരിക്കുന്നു എന്നുള്ളതാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ആരെയും പരിഗണിക്കേണ്ട, ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾക്കൊഴികെ എന്ന തീരുമാനത്തിലേക്കാണ് പാർട്ടി എത്തിയിരിക്കുന്നത്. അതുപ്രകാരം ഒരു കാര്യം കൂടി അഞ്ജു, നവംബർ 19 ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തിൽ തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ കൂടിയായ പേരക്കുട്ടിയായ പ്രിയങ്ക ഗാന്ധി അവരോധിക്കുന്നത് എന്നതുകൂടിയുണ്ട്. ഇനി കേരളത്തിലേക്ക് എത്തിയാൽ കേരളത്തിലെ DCC പ്രസിഡന്റുമാരുടെ സാധ്യതാ പട്ടിക ഇനി പറയുന്ന വിവരമാണ്. കേരളത്തിൽ ജില്ലകൾ തിരിച്ചു നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര സനൽ, പാലോട് രവി, T ശരത്ചന്ദ്ര പ്രസാദ്, RV രാജേഷ്, കൊല്ലത്ത് കൊടിക്കുന്നിൽ സുരേഷ്, PC വിഷ്ണുനാഥ്, A ഷാനവാസ് ഖാൻ, CR മഹേഷ് എന്നിവർ, ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ, M ലിജു, അഡ്വക്കേറ്റ് അനിൽ ബോസ്, കോശി എന്നിവരാണ്. പത്തനംതിട്ടയിൽ ബാബു ജോർജ്, സതീഷ് കൊച്ചുപറമ്പിൽ, ശിവദാസൻ നായർ, KK റോയ്സൺ എന്നിവരാണ്. കോട്ടയത്ത് ടോമി കല്ലാനി, ലതിക സുഭാഷ്, തോമസ് കല്ലാടൻ, ഫിൽസൺ മാത്യു, ജോസി സെബാസ്റ്റ്യൻ. എറണാകുളം IK രാജു, ജെയ്സൺ ജോസഫ്, KP ഹരിദാസ്, മുഹമ്മദ് കുട്ടി മാസ്റ്റർ എന്നിവരാണ്. ഇടുക്കിയിൽ ഡീൻ കുര്യക്കോസ്, സിറിയക് തോമസ്, സേനാപതി വേണു, തോമസ് ഡാനിയൽ എന്നിവരാണ്. തൃശ്ശൂരിൽ TN പ്രതാപൻ, പത്മജ വേണുഗോപാൽ, PA മാധവൻ എന്നിവർ. പാലക്കാട് ഷാഫി പറമ്പിൽ, VK ശ്രീകണ്ഠൻ, ബാലചന്ദ്രൻ, AV ഗോപിനാഥ് എന്നിവരാണ്. കോഴിക്കോട് T സിദ്ദിഖ്, KP അനിൽകുമാർ, N സുബ്രഹ്മണ്യൻ, PM നിയാസ്, K പ്രവീൺകുമാർ എന്നിവരാണ്. കണ്ണൂരിൽ സതീശൻ പാച്ചേനി, സുമാ ബാലകൃഷ്ണൻ, സജീവ് ജോസഫ്, സോണി സെബാസ്റ്റ്യൻ എന്നിവരാണ്. മലപ്പുറത്താകട്ടെ VV പ്രകാശ്, ആര്യാടൻ ഷൗക്കത്ത്, വയനാട് IC ബാലകൃഷ്ണൻ, KK എബ്രഹാം എന്നിവരാണ്. കാസർഗോഡ് നീലകണ്ഠൻ, KP കുഞ്ഞിക്കണ്ണൻ എന്നിവരാണ്. ഇത്രയും പേരാണ് അന്തിമ പട്ടികയായി രൂപപ്പെട്ടിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തീർച്ചയായും AI ഗ്രൂപ്പുകളുടെ സുധീരനെതിരായ നീക്കം, പുനഃസംഘടനയിൽ സുധീരൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പാർട്ടി നേരിടുന്ന സംഘർഷങ്ങൾ, ഇതിനൊക്കെ പരിഹാരമായി ഇതാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും മുമ്പോട്ട് വെക്കുന്ന ചോദ്യവും സംശയവും. ഈ രണ്ട് കാര്യങ്ങളാണ് അഞ്ജു ഉള്ളത്. എന്തായാലും അജിംഷാദ്, ഒരുപക്ഷെ കോൺഗ്രസിന്റെ വസന്തകാലം കഴിഞ്ഞു എന്ന് AK ആന്റണി ഉൾപ്പെടെയുള്ളവർ പറയുമ്പോഴും ഈ ഒരു അഴിച്ചുപണിയിലൂടെ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് സാധ്യമാണോ? ഏത് രീതിയിൽ വിലയിരുത്താം? തീർച്ചയായും കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച്, കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ഒരു മുഖം എന്നുള്ളത് കാട്ടാൻ ആകുന്നില്ല. അതായത് ജവഹർലാൽ നെഹ്റു ആയിക്കോട്ടെ, ലാൽ ബഹദൂർ ശാസ്ത്രി ആയിക്കോട്ടെ, ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ, രാജീവ് ഗാന്ധി ആയിക്കോട്ടെ എന്നിവർക്കൊക്കെ ഒരു വലിയ മുഖമുണ്ടായിരുന്നു. ആ മുഖം ഇന്ന് മോഡിയുടെ പക്ഷത്ത് ഉള്ളവർക്കായി മാറ്റപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ വിജയം ഒരുപക്ഷെ അവർ നേടുകയും ചെയ്തു തെരഞ്ഞെടുപ്പിൽ. ഈ സാഹചര്യങ്ങളിലൊക്കെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ തുടങ്ങി സംസ്ഥാന തലങ്ങളിലെ തെരഞ്ഞെടുപ്പിലെത്തി, അതിനുശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പിൽ പോലും ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് തങ്ങളുടെ പഴയകാല പ്രതാപത്തിൽ 3-2 ഭൂരിപക്ഷത്തിലൊക്കെ ഇരിക്കുന്ന, 4-3 ഭൂരിപക്ഷത്തിലൊക്കെ ഇരിക്കുന്ന വലിയ ആ കാലഘട്ടത്തിലേക്ക് കോൺഗ്രസിനെ പിടിച്ചുയർത്താൻ രാഹുൽ ഗാന്ധി പരാജിതനാകുന്നു. മോഡിയോടൊപ്പം, വയസ്സനായ മോഡിയോട് മുമ്പിൽ ചെറുപ്പക്കാരനായ
രാഹുൽ ഗാന്ധിക്ക് പതറിപ്പോയി എന്ന് ദിഗ്വിജയ് സിംഗ് പോലും പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെയും പ്രിയങ്ക ഗാന്ധിയുടെ പേര് വല്ലാതെ ഉയർന്നു വന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് പ്രിയങ്ക ഗാന്ധി എന്ന ഒരു മുഖത്തെ അവരോധിച്ചുകൊണ്ട് UP തെരഞ്ഞെടുപ്പ് പിടിക്കുക. അതിനുശേഷം ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ കോൺഗ്രസിനൊരു നേതൃത്വം ഉണ്ടാക്കിയെടുക്കുക എന്ന ഏറെക്കാലമായുള്ള കോൺഗ്രസിൻ്റെ അഭിപ്രായം. അതൊന്ന്. രണ്ടാമത്തെ വിഷയം എന്നത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലിസ്റ്റിൽ സംസ്ഥാനത്ത് നിന്ന് നിർദ്ദേശിക്കപ്പെട്ടവരാണ് അന്തിമ പട്ടികയിലുള്ളത് എന്നത് വളരെ പ്രസക്തമാണ്. അതായത് സുധീരന് നേരത്തെ തന്നെ AK ആൻ്റണിയിലും ഹൈക്കമാൻഡിലുമൊക്കെ ഉള്ള വലിയ പിടിയുണ്ട്. അതിൽ പല അസ്വസ്ഥതകളും പല ഗ്രൂപ്പുകളും കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ സുധീരന് കൂടിയുള്ള ഒരു അംഗീകാരം കൂടി ഈ അന്തിമ പട്ടികയെക്കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്. അത്തരത്തിലൊരു പുതിയ മുഖം എല്ലാ തരത്തിലുമാക്കി കേരളത്തെ സംബന്ധിച്ചും ദേശീയ തലത്തിലും കോൺഗ്രസ് അതിൻ്റെ ഊർജം കൈവരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനം എന്ന് അവർ പറയുന്നതാണ് മുമ്പോട്ട് വെക്കുന്നത്. എത്ര കണ്ട് പ്രായോഗികമായി വിജയിക്കുമെന്നുള്ളത് കണ്ടറിയണം. നിരീക്ഷകർ സമ്മിശ്രമായാണ് പ്രതികരിച്ചതും നേരത്തെ നമ്മളോട്. വ്യക്തമാണ്. AICC പുനഃസംഘടനയിൽ പ്രിയങ്ക ഗാന്ധി ജനറൽ സെക്രട്ടറിയാകും. കേരളത്തിൽ DCC പ്രസിഡന്റുമാരുടെ അന്തിമ പട്ടികയും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങളാണ് അജിംഷാദ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. മാധ്യമപ്രവർത്തകരുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ അഭിഭാഷകർക്കെതിരെ കൂടുതൽ കർശനമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേസ് അന്വേഷണം പൂർത്തിയാകുമ്പോൾ മാധ്യമപ്രവർത്തകർക്കെതിരായ കേസ് പിൻവലിക്കുന്നതടക്കമുള്ള യുക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് വിഷയം സഭയിൽ ഉന്നയിച്ചത്. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ സംഭവങ്ങൾക്ക് പിന്നാലെ 2 വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരെ ഉൾപ്പെടെ കള്ളക്കേസെടുത്തതും ഇവർക്കെതിരെ പോസ്റ്റർ പതിപ്പിച്ച് അപമാനിച്ച സംഭവവും നിയമസഭയിൽ വന്നു. വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിഭാഷകർക്കെതിരെയുള്ള നിലപാട് കടുപ്പിച്ചു. ഒരു കൂട്ടം അഭിഭാഷകർക്ക് ഒന്നും ബാധകമല്ല എന്നത് അംഗീകരിക്കില്ല. ഇത്തരക്കാർക്കെതിരെ കൂടുതൽ കർക്കശമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർ, ഇതൊന്നും ഒരു കൂട്ടം ആളുകൾക്ക് ബാധകമല്ല എന്ന അവസ്ഥയാണ് വരുന്നത്. അങ്ങനെയൊരു സാഹചര്യം അംഗീകരിച്ചു പോകാൻ കഴിയില്ല. അവിടെയാണ് ആ സമ്മേളനത്തിൽ പ്രസ്താവിക്കേണ്ടി വന്നത്. അത് അങ്ങനെയാണ് നീങ്ങുന്നതെങ്കിൽ കർക്കശമായ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന്. മാധ്യമപ്രവർത്തകരുടെയും അഭിഭാഷകരുടെയും പരാതിയിന്മേൽ അന്വേഷണം നടന്നുവരികയാണ്. പോസ്റ്റർ പതിപ്പിച്ച് അപമാനിച്ചതിനെതിരെ 2 വനിതാ മാധ്യമപ്രവർത്തകർ തനിക്ക് നൽകിയ പരാതി DGPക്ക് കൈമാറിയിരുന്നു. ഇതിലും അന്വേഷണം നടക്കുകയാണ്. അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് മാധ്യമപ്രവർത്തകർക്കെതിരായ കേസ് പിൻവലിക്കുന്നതടക്കമുള്ള യുക്തമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ചീഫ് ജസ്റ്റിസും മുഖ്യമന്ത്രിയും ഇടപെട്ടിട്ടും ഇതിൽ നടപടിയുണ്ടാകാത്തത് ദൗർഭാഗ്യകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിഷയം ഉന്നയിച്ചുകൊണ്ട് പറഞ്ഞു. ചില വാർത്തകൾ കോടതിയിൽ നിന്നും പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന അഭിഭാഷകരാണ് ഇത്തരം അക്രമങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മാധ്യമ ഗുണ്ടകളെന്ന് പറഞ്ഞ വനിതകൾ ഉൾപ്പെടെയുള്ളവരുടെ ഫ്ലക്സ് വെച്ചിരിക്കുന്നത് തീർത്തും അപമാനകരമാണ് സാർ. നിക്ഷിപ്ത താല്പര്യക്കാരടങ്ങുന്ന കുറച്ച് അഭിഭാഷകർ മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്. ചില വാർത്തകൾ കോടതിയിൽ നിന്ന് പുറത്തു വരരുതെന്ന് ആഗ്രഹിക്കുന്ന അഭിഭാഷകരാണ് ഇതിന്റെ പിന്നിലുള്ളത്. മാധ്യമപ്രവർത്തകർക്കെതിരായ കേസ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിയമസഭയിൽ നിന്നും എസ് ഷീജ. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ ഫോൺ ചോർത്തൽ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് തല അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഷ്ട്രീയ നേതാക്കളുടെയോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയോ ഫോൺ ചോർത്തുന്നത് സർക്കാരിന്റെ നയമല്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. വിജിലൻസ് ഡയറക്ടറുടെ ഫോൺ ചോർത്തൽ സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. അതേസമയം ജേക്കബ് തോമസിന് ഫിയർ സൈക്കോസിസ് ബാധിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. എന്നാൽ അടിയന്തര പ്രമേയ ചർച്ച നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിജിലൻസ് ഡയറക്ടറുടെ ഫോൺ ചോർത്തൽ വിഷയത്തിൽ പ്രതിപക്ഷത്തിൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് നോട്ടീസ് നൽകിയത്. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ ഫോൺ ചോർത്തുന്നെന്ന പരാതി അത്യന്തം ഗൗരവകരമാണ്. ഫോൺ ചോർത്തലിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെ തന്നെയാണ് ജേക്കബ് തോമസ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നതെന്നും തിരുവഞ്ചൂർ ആരോപിച്ചു. കൂടാതെ ഫോൺ ചോർത്തൽ വിഷയത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്താൻ തയ്യാറാകണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. എന്നാൽ തന്റെ ഫോൺ ചോർത്തുന്നുവെന്ന് കാട്ടി വിജിലൻസ് ഡയറക്ടർ ഒരു പരാതിയും സർക്കാരിന് നൽകിയിട്ടില്ല. മറിച്ച് പത്രത്തിൽ വിജിലൻസ് ഡയറക്ടറുടെ ഫോൺ ചോർത്തുന്നുവെന്ന വാർത്ത വന്നത് ചൂണ്ടിക്കാട്ടിയും അതിലെ ആശങ്ക അറിയിച്ചുമാണ് DGPക്ക് ജേക്കബ് തോമസ് പരാതി നൽകിയിരിക്കുന്നതെന്നും മറുപടിയായി മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ആരുടെയും ഫോൺ ചോർത്താൻ ആഭ്യന്തര സെക്രട്ടറിക്ക് കത്ത് ലഭിച്ചിട്ടില്ല. അങ്ങനെ ആർക്കും അനുമതിയും നൽകിയിട്ടില്ല.
രാഷ്ട്രീയ നേതാക്കളുടെയോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയോ ഫോൺ ചോർത്തുക എന്നത് ഈ സർക്കാരിന്റെ നയമല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിജിലൻസിന്റെ സ്വാതന്ത്ര്യത്തെ തടയുന്ന ഒരു നടപടിയും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ലെന്നും പറഞ്ഞ മുഖ്യമന്ത്രി ഫോൺ ചോർത്തൽ വിഷയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നും അറിയിച്ചു. സർ, അതുകൊണ്ട് തന്നെ ജേക്കബ് തോമസിനെതിരായി പോലീസിലെ ഉന്നതതലത്തിലുള്ള ഗൂഢാലോചന എന്ന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്നാൽ ഇത്തരമൊരു വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന പരാതി, ആ പരാതി ഗൗരവമായിട്ട് തന്നെ കാണും. ഗൗരവമായി കണ്ടുകൊണ്ട് അന്വേഷിക്കുന്ന നിലയും സ്വീകരിക്കും. സാധാരണ നിലക്ക് അന്വേഷിക്കുക, ഇത്തരം നടപടികൾ അന്വേഷിക്കാൻ പറ്റുന്നത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചുകൊണ്ടായിരിക്കും. അത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് അന്വേഷിക്കുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്യും. നിസാമിനെതിരെ സംസാരിച്ചാൽ തന്നെ വധിക്കുമെന്ന പ്രതിപക്ഷ നേതാവിന് ലഭിച്ച ഭീഷണിക്കത്ത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഒന്നുകിൽ സർക്കാരിന്റെ അറിവോടെയാണ് ഫോൺ ചോർത്തൽ നടക്കുന്നത്, അല്ലെങ്കിൽ ജേക്കബ് തോമസ് മാധ്യമ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നുവെന്ന് തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ജേക്കബ് തോമസിന് ഫിയർ സൈക്കോസിസ് ആണെന്നും സ്ഥലജല വിഭ്രാന്തി ഉണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട്. അപ്പൊ DGP റാങ്കിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ഒരു ദിനപത്രത്തിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു കത്ത് കൊടുക്കുന്നു എന്ന് പറയുന്നത് അതിന്റെ സാങ്കത്യം എന്താണെന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ഒരു ഫിയർ സൈക്കോസിസ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. തുടർന്ന് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേരള കോൺഗ്രസ് മാണി വിഭാഗവും പ്രതിപക്ഷത്തിനൊപ്പം വാക്കൌട്ട് നടത്തി. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കണ്ണൂർ സർവകക്ഷി സമാധാന യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. വിവരങ്ങളുമായി ജോഷില ചേരുകയാണ്. ജോഷില, എപ്പോഴാകും യോഗം ആരംഭിക്കുക? ആരൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്? അഞ്ചു, അല്പസമയത്തിനകം യോഗം ആരംഭിക്കും. യോഗം ആരംഭിച്ചു തുടങ്ങി. കലക്ടറുടെ നേതൃത്വത്തിലാണ് യോഗം ആരംഭിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ വില്ലേജ് തലത്തിൽ ഇത്തരം സമാധാന യോഗങ്ങൾ വിളിച്ചു ചേർത്തിരുന്നെങ്കിലും ഈ യോഗങ്ങളിലൊന്നും തന്നെ BJP RSS നേതാക്കൾ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ കണ്ണൂർ ജില്ലയിൽ സമാധാനം സ്ഥാപിക്കണമെന്ന നിർദ്ദേശത്തോടുകൂടി, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തോടുകൂടി ആരംഭിച്ച യോഗം, കലക്ടർ മീർ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും പങ്കെടുക്കുന്നുണ്ട്. യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. ജില്ലയിലെ സമാധാന ശ്രമങ്ങൾക്ക് ഉള്ള ഏറ്റവും അനുയോജ്യമായ തീരുമാനങ്ങൾ യോഗത്തിൽ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP സഹദേവൻ, അതുപോലെ തന്നെ BJP നേതാക്കൾ അടക്കമുള്ള എല്ലാ ആൾക്കാരും, CPIക്ക് വേണ്ടി CP ഷൈജൻ, അതുപോലെ തന്നെ RSS നേതാവ് വത്സൻ തില്ലങ്കേരി, രഞ്ജിത്ത് എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ നേതാക്കളും, എല്ലാ പാർട്ടിയുടെ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം യോഗത്തിലെ ചർച്ചകൾ ആരംഭിക്കും. ഓരോ നേതാക്കളും സ്വയം പരിചയപ്പെടുത്തുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം യോഗത്തിൽ ചർച്ചകൾ ആരംഭിച്ചു തുടങ്ങും. കണ്ണൂർ ജില്ലയിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആക്രമണ സംഭവങ്ങൾ, ഇത് ആർക്കൊക്കെ വീഴ്ച പറ്റി, ആരൊക്കെയാണ് ഇതിന് മുൻകൈയെടുത്തത്, ഇതിലുള്ള ഒരു തീരുമാനം അത് കൃത്യമായും ചർച്ച ചെയ്യുന്ന ഒരു അവലോകന യോഗമായിരിക്കും നടക്കാൻ പോകുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കലക്ടർ മീർ മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള സംഘം, DYSPമാരും അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അടക്കമുള്ള ആളുകളും ഭരണാധികാരികളും എല്ലാം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം യോഗത്തിൽ ചർച്ചകൾ ആരംഭിക്കും. അഞ്ജു. ശരി, വ്യക്തമാണ്. ജോഷിലാണ് വിവരങ്ങൾ നൽകിയത്. ആദിവാസി സമൂഹത്തിനെതിരെ താൻ യാതൊരു വിധത്തിലുള്ള മോശം പരാമർശവും നടത്തിയിട്ടില്ലെന്നും ഒരു വിഭാഗത്തിനെയും താൻ അപമാനിച്ചിട്ടില്ലെന്നും മന്ത്രി AK ബാലൻ നിയമസഭയിൽ പറഞ്ഞു. നിയമസഭയിൽ താൻ നടത്തിയ പ്രസംഗം സ്പീക്കർക്ക് പരിശോധിച്ച് അതിലെന്തെങ്കിലും തെറ്റുണ്ടെന്ന് കണ്ടെത്തിയാൽ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും AK ബാലൻ നിയമസഭയിൽ ഉറപ്പു നൽകി. അതേസമയം ആദിവാസികൾക്കെതിരായ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയാത്ത മന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കഴിഞ്ഞ 19-ാം തീയതി മന്ത്രി AK ബാലൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറയുമ്പോൾ ആദിവാസികളെ അപമാനിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയെന്നും ഇങ്ങനെ പട്ടികവർഗ വിഭാഗത്തെ അപമാനിക്കുന്ന ആക്ഷേപവും പരാമർശവും സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് PT തോമസാണ് സഭയിൽ ക്രമപ്രശ്നം ഉന്നയിച്ചത്. സാംസ്കാരിക മന്ത്രിയുടെ പരാമർശം കേരളത്തിന് അപമാനകരമാണെന്ന് PT തോമസ് ചൂണ്ടിക്കാട്ടി. 307 പറയുന്നു, അപകീർത്തികരമോ അസഭ്യമോ സഭ്യേതരമോ അന്തസ്സില്ലാത്തതായ ഒരു വാക്കുകളോ ചർച്ചാവേളയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സ്പീക്കർക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അങ്ങനെയുള്ള വാക്കുകളോ സഭാനടികളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യം.
അതേസമയം താൻ ആദിവാസി വിഭാഗത്തെയോ മറ്റേതെങ്കിലും വിഭാഗത്തെയോ അപമാനിക്കുന്ന തരത്തിൽ യാതൊരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. തൻ്റെ പ്രസംഗം സ്പീക്കർക്ക് നിയമസഭയിലെ രേഖകളിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനൊപ്പം തന്നെ പരിശോധിക്കാവുന്നതാണ്. അതിൽ എന്തെങ്കിലും ആക്ഷേപ പരാമർശം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ആ തെറ്റ് താൻ ഏറ്റെടുക്കുമെന്ന് മന്ത്രി വിശദീകരിച്ചു. ആ സപ്ലിമെൻ്ററി ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും വിഭാഗത്തെ ഏതെങ്കിലും രൂപത്തിൽ അപമാനിക്കുന്നതിനോ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിനോ ഏതെങ്കിലും രൂപത്തിലുള്ള തെറ്റതിലുണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. എന്നാൽ സാംസ്കാരിക മന്ത്രി കൂടിയായ AK ബാലൻ്റെ പട്ടികവർഗ വിഭാഗത്തിനെതിരായ പരാമർശം ദൗർഭാഗ്യകരമായി പോയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം. മന്ത്രി തൻ്റെ വിവാദ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. എന്നാൽ മന്ത്രിക്ക് ദുരുദ്ദേശമില്ലായിരുന്നു. ആരെയും അപമാനിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല എന്ന മന്ത്രി AK ബാലൻ്റെ വിശദീകരണം സ്പീക്കർ സഭയിൽ ആവർത്തിച്ചു പറഞ്ഞെങ്കിലും പ്രതിപക്ഷം തങ്ങളുടെ ആവശ്യത്തിൽ ഉറച്ച് ബഹളം വെച്ച് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതേസമയം മന്ത്രി AK ബാലൻ ആദിവാസി വിഭാഗത്തെ അപമാനിച്ച വിഷയത്തിൽ ഹൈബി ഈഡൻ സഭയിൽ അവകാശ ലംഘനത്തിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർക്കോഴ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡിക്കെതിരെ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണത്തിന് ഉത്തരവിട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി റദ്ദാക്കണമെന്ന ശങ്കർ റെഡ്ഡിയുടെ ഹർജി ഹൈക്കോടതി തള്ളി. അന്വേഷണത്തിന് ഉത്തരവിടാൻ കീഴ്ക്കോടതിക്ക് അധികാരമില്ലെന്ന വാദം ഹൈക്കോടതി തള്ളി. അഴിമതിക്കേസിൽ കൈവശം മതിയായ തെളിവില്ലെങ്കിൽ പോലും പൗരന് കോടതിയെ സമീപിക്കാം. വിജിലൻസ് കോടതി മറ്റൊരു കേസിന്റെ കേസ് ഡയറി പരിശോധിച്ചത് നിയമവിരുദ്ധമാണെന്ന ശങ്കർ റെഡ്ഡിയുടെ വാദവും കോടതി അംഗീകരിച്ചില്ല. പരാതിയിലെ ആരോപണങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാനാണ് കേസ് ഡയറി വിജിലൻസ് കോടതി പരിശോധിച്ചതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഉന്നത ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകിയാൽ ശരിയായ അന്വേഷണം നടക്കുമോ എന്ന സംശയം സ്വാഭാവികമാണ്. ഈ സാഹചര്യത്തിൽ കോടതിയെ സമീപിച്ചതിൽ ഒരു തെറ്റുമില്ലെന്നും വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ ഇടപെടാനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അതേസമയം അന്വേഷണം സുതാര്യവും നീതിയുക്തവും ആയിരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ബാർക്കോഴ കേസിൽ കേസ് ഡയറി തിരുത്തി കേസ് അന്വേഷണം അട്ടിമറിച്ചു എന്ന് ആരോപിച്ച ഹർജിയിലായിരുന്നു വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡിക്കും SP സുകേശനുമെതിരെ അന്വേഷണം നടത്താൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഉത്തർപ്രദേശിൽ ഭരണകക്ഷി പാർട്ടിയായ സമാജ്വാദി പാർട്ടിയിൽ ഭിന്നത തുടരുന്നു. പ്രശ്നപരിഹാരത്തിന് നിയമസഭാ കക്ഷിയോഗത്തിൽ മുലായം സിംഗ് യാദവ് മുന്നോട്ടുവെച്ച ഒത്തുതീർപ്പ് ശ്രമം പാളി. അനിശ്ചിതത്വം നീക്കാൻ മുലായം സിംഗ് യാദവ് വീണ്ടും യോഗം വിളിച്ചു. അഖിലേഷ് യാദവിന്റെയും ശിവപാൽ സിംഗിന്റെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. വൈകിട്ട് 5:30 യോഗം. M സന്തോഷ് ചേരുകയാണ് വിവരങ്ങളുമായി. സന്തോഷ്, സമാജ്വാദി പാർട്ടിയിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ ഇന്നത്തെ ചർച്ചയിലൂടെ സാധിക്കുമോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അഞ്ചു, രാവിലെ പാർട്ടി ആസ്ഥാനത്ത് ചേർന്ന പാർട്ടി ഉന്നതാധികാര സമിതി യോഗത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷമാണ് ഇപ്പോൾ പാർട്ടി തലവൻ മുലായം സിംഗ് യാദവിന്റെ വസതിയിൽ കോർ കമ്മിറ്റി യോഗം ചേരുന്നത്. അഖിലേഷ് യാദവും ശിവപാൽ യാദവും യോഗത്തിൽ വെച്ച് രണ്ടുപേരെയും സമവായത്തിലെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് മുലായം സിംഗ് യാദവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രാവിലെ ഈ പാർട്ടി യോഗത്തിൽ, ഉന്നതതല യോഗത്തിൽ വെച്ച് ഇരു നേതാക്കളും പരസ്പരം വെല്ലുവിളി നടത്തുകയും മുലായം സിംഗ് യാദവിനെ ഉൾപ്പെടെ അപമാനിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് യോഗത്തിൽ ഉണ്ടായത്. ഇത് കൂടാതെ പാർട്ടി ആസ്ഥാനത്തിന് പുറത്ത് പ്രവർത്തകർ ഇരു ചേരികളിലായി നിലയുറപ്പിച്ചുകൊണ്ട് സംഘർഷമുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി നിലവിലുണ്ടായി. ഏതായാലും ശിവപാൽ യാദവും അഖിലേഷ് യാദവും തമ്മിലുള്ള തർക്കം ഒരു തരത്തിലും പരിഹരിക്കപ്പെടാത്ത സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. അഖിലേഷ് യാദവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും മറ്റൊരു സുപ്രധാന നീക്കം ഉണ്ടായത് അഖിലേഷ് യാദവിനെ പിന്തുണയ്ക്കുന്ന 150 MLA-മാർ അഖിലേഷ് യാദവിന്റെ വസതിയിലെത്തുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ യുവജന നേതാക്കളുമായി അഖിലേഷ് യാദവ് പ്രത്യേക കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട്. ഏതായാലും ഈ യോഗത്തിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സമവായം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ ഇന്നത്തെ ഈ ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ സമാജ്വാദി പാർട്ടി ഒരു പിളർപ്പിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അഞ്ജു, ശരി. M സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. മുത്തലാഖ് രാഷ്ട്രീയ വിഷയമാക്കരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി മാറ്റരുത്. സ്ത്രീകൾക്ക് തുല്യാവകാശം നൽകാൻ നടപടി വേണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജാതി ചോദിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP. കൊല്ലം RMOയോടാണ് കൊടിക്കുന്നിൽ സുരേഷ് ജാതി ചോദിച്ചത്. നിങ്ങൾ SC ആണോ എന്നായിരുന്നു കൊടിക്കുന്നിലിന്റെ ചോദ്യം. ദളിത് യുവാക്കളെ പീഡിപ്പിച്ചെന്ന വാർത്തയെ തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തി യുവാക്കളെ സന്ദർശനം നടത്തുന്നതിനിടെയാണ് ജാതി ചോദിച്ചത്. 2 യുവാക്കളെ 1 മണിക്കൂർ കൊണ്ട് അഡ്മിറ്റ് 1 മണിക്കൂർ കൊണ്ട് ദളിത് യുവാക്കളെ പറഞ്ഞു. ഇത് SC/ST പീഡന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. അറം SC ആണോ?
RMSC ആണോ? എന്നിട്ടാണ് ഇവർ RMSC ആയിട്ടാണ് ഇവരെ ഉടനെ DMOയെ കണ്ടപ്പോൾ SC ആണെന്ന് തോന്നിയതുകൊണ്ടാണ് ജാതി ചോദിച്ചതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പീപ്പിൾ TVയോട് പ്രതികരിച്ചു. ഇവരെ ഡിസ്ചാർജ് ചെയ്തതിന് കൂട്ടുവെക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ എനിക്ക് അദ്ദേഹത്തെ കണക്ഷൻ SC ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ SC വിഭാഗത്തിൽപ്പെട്ട ആളല്ലേ? നമ്മുടെ SC വിഭാഗത്തിൽ രണ്ട് യുവാക്കളെ ഭീകരമായി പോലീസ് മർദ്ദനമേറ്റ് വന്ന് അഡ്മിറ്റ് ചെയ്ത അവരെ ഡിസ്ചാർജ് ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ കൂട്ടുനിന്നു എന്ന അർത്ഥത്തിലാണ് ഞാൻ ചോദിച്ചത്. കോട്ടയം നഗരത്തിന് മധുരാനുഭവമായി കേക്ക് മിക്സിംഗ് സെറിമണി. ക്രിസ്മസിനെ വരവേൽക്കുന്നതിന് മുന്നോടിയായി കോട്ടയം മോൾ ഓഫ് ജോയിലാണ് 2500 കിലോ വരുന്ന ചേരുവകൾ ഉൾപ്പെടുത്തി കേക്ക് മിക്സിംഗ് നടന്നത്. ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും ഹേസൽനട്ട്സും വീഞ്ഞും മസാല പൊടിച്ചതും ചേർന്നുള്ള രുചിക്കൂട്ടുകൾ, ഉണങ്ങിയ പഴങ്ങൾക്ക് മേൽ ഷാമ്പെയിനുകൾ പൊട്ടിച്ചു തൂകി ഈ ചേരുവകൾ കൂട്ടിയിണക്കി ക്രിസ്തുമസ് കേക്ക് നിർമ്മാണത്തിന് തുടക്കമിടുന്ന അപൂർവ കാഴ്ച അക്ഷരനഗരിക്ക് നവ്യാനുഭവമായി. ക്രിസ്തുമസിനെ വരവേൽക്കുന്നതിന്റെ മുന്നോടിയായി കോട്ടയം മാൾ ഓഫ് ജോയിൽ ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ആലുക്കാസിന്റെ നേതൃത്വത്തിലാണ് കേക്ക് മിക്സിംഗ് നടത്തിയത്. ചേരുവകൾ എല്ലാം തന്നെ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തതാണെന്നും ഗ്രീൻ വൺ ക്വാളിറ്റിയുള്ളതാണെന്നും ജോയ് ആലുക്കാസ് പറഞ്ഞു. 2500 കേക്കാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് ഇത് തുറക്കുക ഇനി ഡിസംബർ 10 തുറക്കുള്ളൂ. 45 ദിവസത്തെ പ്രോസസ്സ് കഴിഞ്ഞാൽ ഈ സാധനം എടുത്ത് ഞങ്ങൾ കേക്കായിട്ട് കൊണ്ടുവരും. ക്ഷണിക്കപ്പെട്ടവർക്ക് പുറമെ ജോയ് മാർട്ട് ബേക്കറി ജീവനക്കാരും ചേർന്നാണ് കൂട്ട് തയ്യാറാക്കിയത്. കേക്ക് മിക്സിംഗ് സെറിമണി കാണാൻ ഏവർക്കും അവസരമൊരുക്കിയിരുന്നു. കേക്ക് ഡിസംബർ 2 മുതൽ മാൾ ഓഫ് ജോയിൽ ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ, കോട്ടയം.